ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എഡ്യൂടെക്കിന്റെ പുതിയ രീതിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ് ഒട്ടേറെ കുഞ്ഞനിയന്മാരും അനിയത്തിമാരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനി അടുത്ത ഏത് കോഴ്സ് പഠിക്കണം, അപ്പോൾ ഏത് കോഴ്സ് പഠിക്കുമ്പോഴത്തേക്കാണ് ജോലി സാധ്യത കൂടുതൽ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാവാം. അപ്പോൾ അതിലൊരു ഫീൽഡായ എഞ്ചിനീയറിംഗിലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലുള്ള ജോലി സാധ്യതകളും നമ്മുടെ കരിയർ ഗ്രോത്തും എങ്ങനെയൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. പലരും വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഞാൻ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിനെ പറ്റി പറഞ്ഞപ്പോൾ ആ ഒരു സിനിമ ഡയലോഗ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഹാപ്പി വെഡിങ് സീനിൽ സൗബിൻ സാഹിർ പറയുന്ന ആ ഒരു ഡയലോഗ്, കൊച്ചി ചെന്നൊരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്നത് ഒന്നുകിൽ ഒരു ബംഗാളിയുടെ തലയിൽ അല്ലെങ്കിൽ ഒരു ബിടെക്കാരന്റെ തലയിൽ. ശരിയാണ്, അല്ലെന്ന് പറയുന്നില്ല. ഓരോ വർഷവും നിരവധി കുട്ടികളാണ് ബിടെക് പാസ്സായി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതും പല എഞ്ചിനീയറിംഗ് സ്ട്രീമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ അധികമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഏതെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ആണ്. അവിടെ തെളിഞ്ഞു വരുന്നത് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ആ ഒരു എഞ്ചിനീയറിംഗിന്റെ ആ ഒരു ടഫസ്റ്റ് ഡിഗ്രി പഠിച്ചത് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്, അതിലുള്ള ജോലി സാധ്യത, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് തന്നെ അതിന്റെ കോർ സബ്ജക്റ്റുകളായിട്ട് 3 എണ്ണമാണ് ഉള്ളത്: ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ. അപ്പൊ ഈ 3 കോർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആ 3 എണ്ണത്തിനും എന്തായാലും ഒരു തൊഴിൽ അവസരങ്ങളിൽ കുറവുണ്ടാവത്തില്ല. അത് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ, മെയിൻ കോർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. പിന്നെ നിലവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്ട്രീം ഇല്ല. പകരം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ട്രിപ്പിൾ ആയിട്ടാണ് ഇപ്പോൾ ആ ഒരു കോഴ്സ് നിൽക്കുന്നത്. ഞാനൊരു ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ആ ഒരു അറിവും കൂടെ വെച്ചാണ് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ ശ്രമിക്കുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രീമിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഏത് സ്ട്രീമിലേക്ക് വേണമെങ്കിലും തിരിയാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഇലക്ട്രിക്കൽ സ്ട്രീമിലേക്ക് ആയാലും ഇലക്ട്രോണിക് സ്ട്രീമിലേക്കായാലും ഏതിൽ വേണോ ആ ഒരു ഫീൽഡിലോട്ട് നമുക്ക് തിരിയാവുന്നതാണ്. പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ എല്ലാവരും ആദ്യം മനസ്സിൽ ഓടി വരുന്ന ജോബ് എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ശരിയാണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ എന്നീ പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചു കാലം മുമ്പ് വരെ സബ് എഞ്ചിനീയർ പോസ്റ്റുകൾക്ക് ഡിപ്ലോമയാണ് അവർ ചോദിച്ചിരുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറും സബ് എഞ്ചിനീയറും അത് കേരള PSC വഴിയാണ് KCB റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിന്റെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് PWD എന്ന് നമ്മൾ പറയും. PWDയിൽ എഞ്ചിനീയർ പോസ്റ്റും ഓവർസിയർ പോസ്റ്റും ഉണ്ട്. ബിടെക്കുകാർക്കും ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് ഈ ഒരു പോസ്റ്റുകൾക്കും ഓവർസിയറിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ടും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടും ഈ ബിടെക് ട്രിപ്പിൾ പഠിച്ചതുകൊണ്ട് അപേക്ഷിക്കാവുന്നതും ജോലിയിലേക്ക് ശ്രമിക്കാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു 3 മേഖലകളാണ് നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ കേരളത്തിൽ ഈ ഒരു എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ ഒരു സ്ട്രീം ഉപയോഗിച്ച് ജോലി നേടാൻ സാധിക്കുന്ന ഏരിയകൾ. ഇപ്പൊ രാജ്യത്ത് മൊത്തത്തിൽ മലിനീകരണങ്ങൾ ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇലക്ട്രിക്കൽ കോർ സ്ട്രീമിന്റെ പോസിബിലിറ്റീസ് അവസാനിക്കുന്നില്ല, വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കണ്ടത് കേരളത്തിലുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ പോസിബിലിറ്റീസ് ആണ്. ഇനി രാജ്യത്തുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഗവൺമെന്റ് കമ്പനീസും ഉണ്ട്, പ്രൈവറ്റ് കമ്പനീസും ഉണ്ട്. ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ONGC ഉണ്ട്, ബെല്ലുണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, വൈസാഗ് സ്റ്റീൽ ഫാക്ടറി, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ,
പവർ ഗ്രിഡ്, അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഗവൺമെൻറ് അണ്ടറിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അടുത്ത പ്രൈവറ്റ് കമ്പനീസ് ഞാനിവിടെ മേജറായിട്ടുള്ള കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിൽ അല്ലാതെ ഇനി ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ മേജറായിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. L&T വരുന്നുണ്ട്, ലാർസൻ ആൻഡ് ടോബ്രോ. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ KCBക്ക് ആവശ്യമായിട്ട് എനർജി മീറ്ററൊക്കെ ഒരുപാട് സപ്ലൈ ചെയ്യുന്നത് L&T ആണ്. പിന്നെ സീമൻ വരുന്നുണ്ട്, ബജാജ് ഉണ്ട്, വിഷൻ ടെക് ഉണ്ട്, ജെനസ് ഉണ്ട്, ABB, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ഉടനീളമുള്ള കമ്പനീസാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇപ്പോൾ പഠിച്ചു, 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അത് പഠിച്ച് തീരാറായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സിന്റെ ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമില്ല, ആ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എന്നാലും വഴിയുണ്ട്. നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗിൽ തന്നെ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഫീൽഡ്, സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കും നിങ്ങൾക്ക് തിരിയാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കോഴ്സിനകത്ത് നിന്ന് നമ്മുടെ ലൈഫ് 3ആയിട്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ തിരിയാനുള്ള ഓപ്ഷൻ ട്രിപ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു സ്കീമിലുണ്ട്. ആ ട്രിപ്പിൾ എന്ന് പറഞ്ഞ സ്ട്രീമിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം 3 സ്ട്രീമിലേക്ക് തിരിഞ്ഞു പോകാം. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ഒരുപാട് വേക്കൻസികളുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് കമ്പനീസ് ഒരുപാടുണ്ട്. ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, UST ഗ്ലോബൽ, അങ്ങനെ ഒരുപാട് കമ്പനീസ് റിക്രൂട്ട്മെന്റ് ഓരോ വർഷവും ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനായിട്ടും റിക്രൂട്ട്മെന്റ് ഒരുപാട് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലോട്ട് നിങ്ങൾക്ക് തിരിയാവുന്നതാണ്. അതുകൂടാതെ ഒരുപാട് പബ്ലിക് ഇൻഡസ്ട്രിയിലേക്കും നമുക്ക് ഈ ഒരു ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ വെച്ച് പോകാവുന്നതാണ്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇൻഡസ്ട്രി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അവർ എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതൊരു ചിലപ്പോൾ ഒരു സംശയം വരാവുന്ന കാര്യമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ടിന്റെ ജോലി വാങ്ങാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതില്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. നിങ്ങൾക്കൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് എഞ്ചിനീയർ പോസ്റ്റിലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലിക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ ഹയർ പോസ്റ്റ് അല്ലാതെ കുറച്ചുകൂടെ ലോവർ പോസ്റ്റ് ആണെങ്കിൽ എയർപോർട്ട് സ്റ്റാഫ്, അങ്ങനെയുള്ള വേക്കൻസികൾക്കാണെങ്കിൽ ഈ എഞ്ചിനീയറിംഗിന്റെ കൂടെ അയാട്ട എന്ന് പറഞ്ഞൊരു കോഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിലെ സ്റ്റാഫ് വേക്കൻസിയിലേക്ക് നമുക്ക്, എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പോസ്റ്റ് അല്ല, കുറച്ചുകൂടെ താഴ്ന്ന പോസ്റ്റിൽ നമുക്ക് ജോലിക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുകൂടാതെ സൈറ്റ് എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എഞ്ചിനീയേഴ്സ്, അപ്പൊ അങ്ങനെ ഒരുപാട് പോസ്റ്റുകളിലൂടെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പോസ്റ്റിംഗ് നടത്താറുണ്ട്. അതുകൂടാതെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉപയോഗിച്ച് ISROയിലും നമുക്ക് എഞ്ചിനീയർ പോസ്റ്റ് അഥവാ സയന്റിസ്റ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നിലും നിങ്ങൾക്ക് താല്പര്യമില്ല, എന്നാലും വഴിയുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഇവിടുത്തെ PSC പോലെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫുകളെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC എന്ന് പറയും. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും SSC ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. എഞ്ചിനീയേഴ്സിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. SSC JE എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിപ്പോ എല്ലാ വർഷവും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SSC JE കൂടാതെ SSC CGL ഉണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, എല്ലാ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അതോടൊപ്പം അതിനെക്കാട്ടി കുറച്ച് ലോവർ ലെവല് +2 ക്വാളിഫിക്കേഷൻ ഉള്ള അപ്ലൈ ചെയ്യാനാണെങ്കിൽ SSCയുടെ CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്നാണ് ഫുൾ ഫോം. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ SSC MTS എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അങ്ങനെ എക്സാം വിളിക്കുന്നുണ്ട്. ഈ SSC MTS എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയായി പറയുന്നത്. പിന്നെ ഇതിന്റെ ഉള്ള എല്ലാ പോസ്റ്റുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ചെറിയ പോസ്റ്റ് SSC MTS മിനിമം ക്വാളിഫിക്കേഷൻ മാത്രമാണ് SSC പറയുന്നത്. അപ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്ക് വേണോ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇന്ത്യൻ റെയിൽവേയും ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സിനെ വിളിക്കുന്നുണ്ട്. എഞ്ചിനീയേഴ്സ്, പിന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, എഞ്ചിൻ ഡ്രൈവർ, ലോക്കോ പൈലറ്റ് എന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിടെക് ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമക്കാരെയും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയാണ് ആ ഒരു ALP, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ്, ആ ഒരു പോസ്റ്റുകൾക്കായി വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു SSCയെ കാട്ടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്, UPSC നടത്തുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാ വർഷവും പത്രത്തിലേക്ക് വരുന്നുണ്ടാണ്. സിവിൽ സർവീസ്, IAS, IPS, IFS, അങ്ങനെയുള്ള ആ ഒരു എക്സാമിനേഷൻ, സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ എല്ലാ വർഷവും അവർ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എക്സാം കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂ. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള
എല്ലാ പേർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എക്സാം അറ്റൻഡ് ചെയ്യും, എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഹൈ ലെവൽ നമ്മുടെ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അങ്ങനെയുള്ളൊരു ഹയർ പോസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിനും ആ ഒരു എക്സാമും കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഇത്രയും മേഖലയിൽ പോലും അവസരങ്ങൾ തീരുന്നില്ല. അവസരങ്ങൾ ഇനിയും ഉണ്ട്. അടുത്ത മേഖല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൽ നിങ്ങളിപ്പോ പ്രൊബേഷണറി ഓഫീസർ ആയിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ജോയിൻ ചെയ്യാം. ഇതല്ല എങ്കിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ആയിട്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയിട്ടും നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയിട്ട് എഞ്ചിനീയേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് മേഖലകളിൽ ഇൻഡിവിജ്വൽ ബാങ്കുകളായിട്ടും എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഈ പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻ, അതേപോലെ ബാങ്കുകളിലേക്കുള്ള കോമൺ എൻട്രൻസ് എക്സാം, കോമൺ ടെസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. കോമൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് IBPS ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു അതോറിറ്റിയാണ് ഇന്ത്യയിലുള്ള ഗവൺമെന്റിന്റെ സെക്ടറിൽ വരുന്ന എല്ലാ ബാങ്കുകളിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇത്രയും വിശാലമായിട്ടാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീം പഠിച്ചതുകൊണ്ട് നമ്മുടെ ആ ഒരു തൊഴിൽ സാധ്യതകൾ വിശാലമായി കിടക്കുന്നത്. ഇനിയിപ്പോ അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത്, ഇനിയിപ്പോ നമ്മളിപ്പോ ചില ജോബ് എക്സാമുകൾക്ക് ചിലപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ പഠിച്ച ആ ഒരു ഫീൽഡ്, അപ്പോൾ ആ ഒരു ഫീൽഡിലെ എക്സ്പീരിയൻസ് ഒരു വലിയൊരു ഫാക്ടറാണ്. ആ ഒരു എക്സ്പീരിയൻസിനായിട്ട് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫ്രണ്ട്സ് സിനിമയില് നമ്മുടെ ജഗതി ചേട്ടന്റെ അടുത്തേക്ക് മുകേഷും ജയറാമും കൂടെ ചെല്ലുന്ന അപ്രന്റീസുകളായിട്ടാണ് നമ്മുടെ ശ്രീനിവാസൻ അതിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ അപ്രന്റീസ് നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഒരു എക്സ്പീരിയൻസിനായിട്ട് അപ്രന്റീസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ അത് KSEB നല്ലൊരു ഓപ്ഷനാണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്യാനോ അത് അപ്രന്റീസ് ചെയ്യാനായിട്ട് എന്താണ് വഴിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ BTech കഴിഞ്ഞ ശേഷം എറണാകുളം കളമശ്ശേരിയിൽ ഒരു സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്, SD സെന്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഗൂഗിളിൽ SD സെന്റർ എന്ന് അടിച്ചു കൊടുത്താലും അതിലറിയാൻ പറ്റും, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു SD സെന്ററിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ 10ാം ക്ലാസ്സും പ്ലസ് 2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ BTech കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. BTechകാർക്കും ഡിപ്ലോമക്കാർക്കും അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്ററാണ് സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്റർ. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വേക്കൻസി വരുമ്പോഴത്തേക്ക് നമുക്ക് വിളിക്കുന്നത്. ഈ അപ്രന്റീസ്ഷിപ്പ് 2 തരത്തിൽ നമുക്ക് ചെയ്യാം, പെയ്ഡ് അപ്രന്റീസും അൺപെയ്ഡ് അപ്രന്റീസും. അങ്ങനെ ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഞാനിപ്പോ ഒന്ന് ബേസിക് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കൂടുതൽ ഇപ്പൊ നിങ്ങളിപ്പോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കിട്ടിയേക്കാം. അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രീം. അപ്പോൾ നിങ്ങളൊന്നും കൺഫ്യൂഷനായി നിൽക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.